നാളെ ഞായറാഴ്ചയാണ്. നിങ്ങളുടെ വീടിന്റെ ഉമ്മറപ്പടിയിൽ ഇത് മാത്രം തളിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ കഷ്ടപ്പാടുകളും പ്രശ്നങ്ങളും ദുരിതങ്ങളും നീങ്ങി ലക്ഷ്മിദേവി കോടിക്കണക്കിന് രൂപയുമായി നിങ്ങളുടെ വീട്ടിൽ പ്രവേശിക്കും. കൂടാതെ ആ ലക്ഷ്മിദേവിയുടെ അനുഗ്രഹം നിങ്ങളുടെ മേലും നിങ്ങളുടെ വീടിന്റെ മേലും നിങ്ങളുടെ കുടുംബത്തിന്റെ മേലും ഉണ്ടാകും. നിങ്ങൾക്ക് ഉള്ള പലതരം പ്രശ്നങ്ങളും ദാരിദ്ര്യ ദുരിതങ്ങളും എല്ലാം തുടച്ചു നീക്കാൻ ഈ പരിഹാരം സഹായകമാകും. നമ്മൾ ഉമ്മറപ്പടിയിൽ തളിക്കുന്ന ഈ വെള്ളം കാരണം എല്ലാ തിന്മകളും ഒഴിഞ്ഞുപോയി നമ്മുടെ വീടിനുള്ളിലേക്ക് നല്ല ശക്തികൾക്ക് പ്രവേശിക്കാൻ അവസരം ലഭിക്കും. നമ്മുടെ വീട്ടിൽ നമുക്കറിയാതെ തന്നെ പലതരം നെഗറ്റീവ് ശക്തികൾ ചുറ്റിത്തിരിയുന്നുണ്ടാകും. നല്ലതാകട്ടെ ചീത്തയാകട്ടെ, നമ്മുടെ വീടിന്റെ ഉമ്മറപ്പടിയിലൂടെ മാത്രമേ വീട്ടിലേക്ക് പ്രവേശിക്കാവൂ. നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഹൃദയം എത്ര പ്രധാനപ്പെട്ടതാണോ അതുപോലെ നമ്മുടെ വീട് വാതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. വാതിലിന് വളരെ ശക്തിയുണ്ട്. അതുപോലെ ലക്ഷ്മിദേവിക്ക് പ്രവേശിക്കണമെങ്കിലും ജ്യേഷ്ഠാദേവിക്ക് പ്രവേശിക്കണമെങ്കിലും വാതിലിലൂടെയാണ് വീട്ടിലേക്ക് കടക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ള തിന്മകളെയും നെഗറ്റീവ് ശക്തികളെയും ജ്യേഷ്ഠാദേവിയെയും പുറത്താക്കി ലക്ഷ്മിദേവി നമ്മുടെ വീടിനുള്ളിലേക്ക് കടക്കണമെങ്കിൽ തീർച്ചയായും നമ്മൾ ഇത്തരം നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഞായറാഴ്ച ലക്ഷ്മിദേവിക്ക് പ്രിയപ്പെട്ട ദിവസമാണ്. ഒരുപാട് പേർ പൂജകൾ ചെയ്യാറുണ്ട്. കാരണം നമ്മുടെ കഷ്ടപ്പാടിനും വരുമാനത്തിനും ഒപ്പം നമുക്ക് ആ ലക്ഷ്മിദേവി അമ്മയുടെ അനുഗ്രഹം ഉള്ളപ്പോൾ മാത്രമേ നമുക്ക് ജീവിതത്തിൽ നന്നായി കഴിയാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് അത്തരം ഒരുമിക്കലിനായി ഞായറാഴ്ച ലക്ഷ്മിദേവിയെ പൂജിക്കണം. അതുകൊണ്ട് ലളിതമായി നിങ്ങൾ വാതിലിന്റെ അടുത്ത് ഇന്ന് ഇത് തളിക്കുക. ഈ പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ നന്നായി വളരാനും നന്നായി പണം സമ്പാദിക്കാനും എല്ലാറ്റിനുമുപരിയായി നമുക്ക് നന്നായി കഴിയാനും ഈ പരിഹാരം വളരെ അത്ഭുതകരമായി പ്രവർത്തിക്കും. ഈ പരിഹാരത്തിന് ഒരു ചെലവുമില്ല. എല്ലാം നമ്മുടെ വീട്ടിൽ ലഭിക്കുന്ന വളരെ ലളിതമായ വസ്തുക്കൾ ഉപയോഗിച്ച് നമുക്ക് ഈ പരിഹാരം ചെയ്യാം. ഞായറാഴ്ച വാതിലിന്റെ മുന്നിൽ എന്താണ് തളിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ വിശദമായി മനസ്സിലാക്കാം. അതിനു മുമ്പ് ഒരു ചെറിയ കഥയും കേൾക്കാം. സുഹൃത്തുക്കളെ, ആദ്യം കമന്റ് ബോക്സിൽ ശ്രീമാത്രേ നമ എന്ന് കമന്റ് ചെയ്യുക. അതുപോലെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിച്ച് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ജയ്പൂർ രാജ്യത്തിലെ രാജാവ് കീർത്തി ശർമ്മ, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് അവന്തിക. കീർത്തി ശർമ്മ രാജ്യത്തിലെ ജനങ്ങളെ സ്വന്തം മക്കളെപ്പോലെയാണ് നോക്കിയിരുന്നത്. കീർത്തി ശർമ്മ ഒരു ദിവസം വേട്ടയാടാൻ കാട്ടിലേക്ക് പോയി. അദ്ദേഹത്തിന് കാട്ടിൽ ഒരു സന്യാസിയെ കണ്ടു. കീർത്തി ശർമ്മ ആ സന്യാസിയുടെ അടുത്തേക്ക് ചെന്ന്, മഹാത്മാവേ, അങ്ങയുടെ തേജസ് കണ്ടാൽ അങ്ങ് ഒരു സാധാരണ വ്യക്തിയെപ്പോലെ തോന്നുന്നില്ല. എല്ലാം അറിയുന്ന ഒരു ജ്ഞാനിയെപ്പോലെയാണ് കാണപ്പെടുന്നത്. അതിനാൽ എനിക്കൊരു സംശയമുണ്ട്. അത് തീർത്തു തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ സന്യാസി പറഞ്ഞു, മോനെ, എന്നെക്കൊണ്ട് കഴിയുമെങ്കിൽ തീർച്ചയായും നിന്റെ സംശയം തീർത്തു തരാം. മഹാത്മാവേ, എന്റെ ഭാര്യ ഗർഭിണിയാണ്. അവൾക്ക് മകളാണോ അതോ മകനാണോ ജനിക്കുന്നതെന്ന് എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ സന്യാസി, നോക്കൂ മോനെ, നിന്റെ ഭാര്യയ്ക്ക് മകനാണോ അതോ മകളാണോ ജനിക്കുന്നതെന്ന് എനിക്ക് കൃത്യമായി പറയാൻ കഴിയില്ല. പക്ഷേ നിനക്ക് ഒരു മകളാണ് ജനിക്കുന്നതെങ്കിൽ നിന്റെ രാജ്യം സർവനാശം ആകുമെന്ന് പറയുന്നു. ആ സന്യാസിയുടെ വാക്കുകൾ കേട്ട കീർത്തി ശർമ്മ വളരെ വിഷമിച്ച് അവിടെ നിന്ന് തിരികെ പോയി. കീർത്തി ശർമ്മ ആ സന്യാസി പറഞ്ഞ വാക്കുകളെക്കുറിച്ച് ആലോചിച്ച് രാത്രി ഉറങ്ങിയില്ല. കീർത്തി ശർമ്മ തനിക്ക് മകൾ ജനിച്ചാൽ തന്റെ രാജ്യം സർവനാശം ആകുമെന്നതിനാൽ തനിക്ക് മകൾ ജനിച്ചാലുടൻ അവളെ കൊല്ലുമെന്ന് തീരുമാനിച്ചു. തന്റെ തീരുമാനത്തെക്കുറിച്ച് അടുത്ത ദിവസം മഹാറാണിയോട് ഇങ്ങനെ പറയുന്നു. എനിക്ക് ഒരു സന്യാസി ഇങ്ങനെ പറഞ്ഞു, നമുക്ക് മകൾ ജനിച്ചാൽ ആ കുട്ടി കാരണം നമ്മുടെ രാജ്യം സർവനാശം ആകുമെന്ന്. അതിനാൽ നമുക്ക് മകൾ ജനിച്ചാൽ അവളെ ഞാൻ
കൊല്ലാൻ ആഗ്രഹിക്കുന്നു എന്ന്. ഇത് നമ്മുടെ രാജ്യത്തിന്റെ ക്ഷേമത്തിനു വേണ്ടി ഞാൻ എടുത്ത തീരുമാനമാണെന്ന് പറഞ്ഞു. ആ വാക്കുകൾ കേട്ട മഹാറാണി പെട്ടെന്ന് ഞെട്ടിപ്പോയി. പക്ഷേ മഹാരാജാവിനോട് എതിർത്ത് പറയാൻ കഴിഞ്ഞില്ല. മൗനമായി ഇരുന്നു. അതിനുശേഷം മഹാറാണിക്ക് ഒരു ആൺകുഞ്ഞ് ജനിക്കണമെന്ന് ആഗ്രഹിച്ച് അനേകം വ്രതങ്ങളും പൂജകളും ചെയ്ത് കാലം കഴിച്ചു. കുറച്ച് മാസങ്ങൾക്കുശേഷം മഹാറാണി ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. ആൺകുഞ്ഞിനെ കണ്ട് രാജാവും റാണിയും വളരെയധികം സന്തോഷിച്ചു. ഇങ്ങനെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മഹാറാണി വീണ്ടും ഗർഭിണിയായി. അപ്പോൾ വീണ്ടും മഹാരാജാവ് മഹാറാണിയോട് ഇങ്ങനെ പറഞ്ഞു: മഹാറാണി, നിനക്ക് ഈ തവണ ഒരു മകളാണ് ജനിക്കുന്നതെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ക്ഷേമത്തിനു വേണ്ടി ആ കുഞ്ഞിനെ കൊല്ലേണ്ടി വരും. എന്നാൽ ഞാൻ നമ്മുടെ രാജ്യത്തുണ്ടായ ക്ഷാമം കാരണം മറ്റൊരു രാജ്യത്തേക്ക് ധനസഹായത്തിനായി പോകുകയാണ്. ഞാൻ തിരിച്ചെത്താൻ കുറച്ച് ദിവസങ്ങൾ എടുക്കും. അതിനിടയിൽ നീ നിന്റെ വയറ്റിലുള്ള കുഞ്ഞിന് ജന്മം നൽകും. എന്നാൽ നിനക്ക് അബദ്ധത്തിൽ ഒരു മകളാണ് ജനിക്കുന്നതെങ്കിൽ നീ ആ കുഞ്ഞിനെ നമ്മുടെ രാജ്യത്തിന്റെ ക്ഷേമത്തിനു വേണ്ടി കൊന്നുകളയണം. അല്ലെങ്കിൽ നമ്മുടെ രാജ്യം സർവനാശമാകും. അതുകൊണ്ട് ആ കുഞ്ഞിനെ നീ കൊന്നുകളയണം. ഇത് എന്റെ ആജ്ഞയാണ് എന്ന് കീർത്തി ശർമ്മ പറഞ്ഞ് തന്റെ സഹായത്തിനായി മറ്റൊരു രാജ്യത്തേക്ക് പോയി. ആ റാണി വീണ്ടും ഒരു ആൺകുഞ്ഞ് ജനിക്കണമെന്ന് ആഗ്രഹിച്ച് അനേകം വ്രതങ്ങളും പൂജകളും ചെയ്തു. എന്നാൽ ഈ തവണ മഹാറാണിക്ക് ഒരു പെൺകുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞിനെ കണ്ട് റാണി വളരെയധികം ദുഃഖിച്ചു. കാരണം റാണിയുടെ മനസ്സിൽ രാജാവിന്റെ ആജ്ഞ ഓർമ്മ വന്നു. റാണി ദുഃഖിതയായിരിക്കുന്നത് കണ്ട് ഒരു ദാസി ചോദിച്ചു: എന്തുപറ്റി മഹാറാണി, നിങ്ങൾ എന്തിനാണ് ദുഃഖിതയായിരിക്കുന്നത്? അപ്പോൾ മഹാറാണി പറഞ്ഞു: അമ്മേ, എനിക്ക് ഒരു പെൺകുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞ് കാരണം നമ്മുടെ രാജ്യം സർവനാശമാകുമെന്ന് ഒരു സന്യാസി പറഞ്ഞിരുന്നു. അതുകൊണ്ട് മഹാരാജാവ് എനിക്കൊരു പെൺകുഞ്ഞ് ജനിച്ചാൽ അവളെ കൊല്ലാൻ ഉത്തരവിട്ടു. ആ രാജകൽപ്പന ഓർമ്മ വന്നപ്പോൾ ഞാൻ ഇപ്പോൾ ദുഃഖിതയാണ്. എനിക്ക് എന്തു ചെയ്യണമെന്ന് മനസ്സിലാകുന്നില്ല. കാരണം എന്റെ ഈ കുഞ്ഞിനെ കൊല്ലാൻ എനിക്ക് താൽപ്പര്യമില്ല. എനിക്ക് എങ്ങനെയെങ്കിലും എന്റെ കുഞ്ഞിനെ രക്ഷിക്കണം എന്ന് അവൾ പറഞ്ഞു. സംഗീതം. അപ്പോൾ ആ ദാസി എന്റെ അടുത്ത് ഒരു ഉപായമുണ്ട്, പറയണോ എന്ന് ചോദിച്ചു. അപ്പോൾ മഹാറാണി മടിയില്ലാതെ പറയൂ ദാസി എന്ന് പറഞ്ഞു. മഹാറാണി, നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾ കൊല്ലുന്നതിൽ നിന്ന് രക്ഷിക്കണമെങ്കിൽ ഈ കുഞ്ഞിനെ എനിക്ക് തരൂ. ഞാൻ ഈ കുഞ്ഞിനെ കൊണ്ടുപോയി വളർത്താം. ഈ കുഞ്ഞ് ആരാണെന്ന് ചോദിച്ചാൽ എന്റെ മരുമകൾ എന്ന് പറയാം. അതുപോലെ ഈ കുഞ്ഞിനെക്കുറിച്ച് നിങ്ങളോട് രാജാവ് ചോദിച്ചാൽ രാജാവിനോട് കുഞ്ഞിനെ കൊന്നുവെന്ന് കള്ളം പറയുക. ഈ കള്ളം കാരണം നിങ്ങളുടെ കുഞ്ഞ് എന്റെ അടുത്ത് സുരക്ഷിതമായി വളരുമെന്ന് അവൾ പറഞ്ഞു. ആ വാക്കുകൾ കേട്ട മഹാറാണിക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് ആ ദാസി പറഞ്ഞത് സമ്മതിച്ചു. ആ ദാസി ആ കുഞ്ഞിനെ കൊണ്ടുപോയി തന്റെ വീട്ടിൽ വളർത്താൻ തുടങ്ങി. കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ മഹാരാജാവ് തിരികെ വന്ന് മഹാറാണിയെ കണ്ട് മഹാറാണി, ഇത്തവണ നമുക്ക് മകനാണോ അതോ മകളാണോ ജനിച്ചത് എന്ന് ചോദിച്ചു. അപ്പോൾ മഹാറാണി, മഹാരാജാവേ, ഇത്തവണ നമുക്ക് ഒരു പെൺകുഞ്ഞ് ജനിച്ചു. അങ്ങയുടെ ആജ്ഞപ്രകാരം നമ്മുടെ രാജ്യത്തിന്റെ ക്ഷേമത്തിനായി ആ പെൺകുഞ്ഞിനെ ഞാൻ കൊന്നുവെന്ന് പറഞ്ഞു. ആ വാക്കുകൾ കേട്ട മഹാരാജാവ് അല്പം ഭയപ്പെട്ടെങ്കിലും രാജ്യത്തിന്റെ ക്ഷേമമാണ് പ്രധാനം എന്ന് കരുതി സന്തോഷിച്ചു. ആ കുഞ്ഞ് ആ ദാസിയുടെ വീട്ടിൽ വളർന്നു വലുതായി. ഇത്തവണ രാജാവ് രാജ്യത്തിൽ ചുറ്റി സഞ്ചരിക്കുമ്പോൾ ആ ദാസിയുടെ വീടിന് മുന്നിൽ ഒരു യുവതിയെ കണ്ടു. രാജാവ് ആ യുവതി ആരാണെന്ന് അറിയാതെ ആ ദാസി വളർത്തുന്ന മഹാരാജാവിന്റെ മകളായിരുന്നു. പക്ഷേ ആ യുവതി തന്റെ മകളാണെന്ന് രാജാവിന് അറിയില്ലായിരുന്നു. ആ കാരണം കൊണ്ട് ആ യുവതി ആരാണെന്ന് അറിയാതെ അവൻ അവളുടെ സൗന്ദര്യത്തിൽ മോഹിതനാകുന്നു. അവളുടെ സൗന്ദര്യം കണ്ടതുമുതൽ
രാജാവിന്റെ മനസ്സ് മുഴുവൻ ആ യുവതിയെക്കുറിച്ചുള്ള ചിന്തകളിലായിരുന്നു. അടുത്ത ദിവസം രാജാവ് തന്റെ മന്ത്രിയോട് പറഞ്ഞു, മഹാമന്ത്രി, ഞാൻ ഇന്നലെ കണ്ട ആ യുവതിയോട് എനിക്ക് വളരെ ഇഷ്ടം തോന്നിയിരിക്കുന്നു. എനിക്ക് അവളെ വിവാഹം കഴിക്കണം. അതുകൊണ്ട് നീ അവളുടെ അടുത്ത് പോയി ഈ കാര്യം പറയുക എന്ന് പറഞ്ഞ് മന്ത്രിയെ ആ ദാസിയുടെ വീട്ടിലേക്ക് അയച്ചു. ആ മഹാമന്ത്രി ആ ദാസിയുടെ വീട്ടിൽ പോയി രാജാവ് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു. ആ വാക്കുകൾ കേട്ട ദാസി ഒറ്റയടിക്ക് ഞെട്ടിപ്പോയി. കാരണം ആ പെൺകുട്ടി ആ രാജാവിന്റെ മകൾക്ക് ആ കാര്യം അറിയാതെ രാജാവ് തന്റെ മകളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് വളരെ വലിയ തെറ്റായതുകൊണ്ട് ആ മഹാമന്ത്രിയോട് ആ ദാസി ഈ വിവാഹം തനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് മന്ത്രിയെ അവിടെ നിന്ന് അയച്ചുകളയുന്നു. മന്ത്രി തിരിച്ച് ആ രാജാവിന്റെ അടുത്തു പോയി, മഹാരാജാവെ, ആ സുന്ദരിയായ യുവതിക്ക് തന്റെ അമ്മായിയാണെന്ന് പറയുന്നു. അവളുടെ അമ്മായിക്ക് ആ പെൺകുട്ടിയെ നിനക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു മന്ത്രി. മന്ത്രിയുടെ വാക്കുകൾ കേട്ട മഹാരാജാവ് വളരെ ദേഷ്യപ്പെട്ട് ആ ദാസിയെ ശിക്ഷിച്ച് എങ്കിലും വീട്ടിലേക്ക് കൊണ്ടുവരാൻ ആജ്ഞാപിച്ചു. ആ മഹാമന്ത്രി സൈനികരുമായി ആ ദാസിയുടെ വീട്ടിൽ പോയി അവളുടെ കൈപിടിച്ച് ബലമായി രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. അതോടെ ഭയന്നുപോയ ആ ദാസി, മഹാരാജാവേ, ഈ പെൺകുട്ടി മറ്റാരുമല്ല, അങ്ങയുടെ സ്വന്തം മകളാണ്. ഈ കുഞ്ഞിനെ കൊല്ലാൻ മഹാറാണിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് എന്നെ ഏൽപ്പിച്ച് വളർത്താൻ പറഞ്ഞതാണെന്ന് സത്യം പുറത്തുവിട്ടു. ആ വാക്കുകൾ കേട്ട മഹാരാജാവ് ഒറ്റയടിക്ക് ഞെട്ടിപ്പോയി. എന്റെ മകളെ തന്നെ വിവാഹം കഴിക്കാൻ പോയല്ലോ, ഞാൻ മഹാ പാപം ചെയ്യാൻ പോയല്ലോ എന്ന് ദുഃഖിച്ചു. പക്ഷേ തന്റെ മകൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഒരുപാട് കോപിച്ചു. കാരണം തനിക്ക് മകൾ ജനിച്ചാൽ ആ മകൾ കാരണം തന്റെ രാജ്യം സർവനാശമാകുമെന്ന് സാധു പറഞ്ഞിരുന്നു. അതുകൊണ്ട് എന്റെ മകൾക്ക് ജീവിക്കാൻ പാടില്ല. എന്റെ ഭാര്യ ചെയ്ത തെറ്റ് എന്റെ മകൻ തിരുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പുത്ര, നീ നിന്റെ സഹോദരിയെ വനങ്ങളിലേക്ക് കൊണ്ടുപോയി അവിടെ അവളെ കൊല്ലുക. നിന്റെ സഹോദരിയെ കൊന്നതിന്റെ അടയാളമായി അവളുടെ 2 കണ്ണുകൾ എനിക്ക് കൊണ്ടുവന്ന് കാണിക്കണമെന്ന് ആജ്ഞാപിക്കുന്നു. ആ യുവരാജാവ് തന്റെ പിതാവിന്റെ ആജ്ഞ അതനുസരിച്ച് അവൻ തന്റെ സഹോദരിയെ കാട്ടിലേക്ക് കൊണ്ടുപോയി. കൊല്ലാൻ പോകുന്ന സമയത്ത് തന്റെ സഹോദരിയെ കണ്ടപ്പോൾ കൊല്ലാൻ മനസ്സ് വന്നില്ല. അതുകൊണ്ട് അവൻ സഹോദരിയെ കൊല്ലുന്നതിന് പകരം കാട്ടിൽ ഉപേക്ഷിച്ച് രാജ്യത്തേക്ക് തിരികെ പോകാൻ പുറപ്പെട്ടു. പോകുന്ന വഴിയിൽ ആ രാജകുമാരൻ തന്റെ അച്ഛൻ സഹോദരിയുടെ കണ്ണുകൾ കാണിക്കാൻ പറഞ്ഞാൽ എന്തു ചെയ്യും എന്ന് ആലോചിച്ചു കൊണ്ടിരുന്നു. അതേസമയം അവന്റെ കൺമുന്നിൽ ഒരു മാൻ പ്രത്യക്ഷപ്പെട്ടു. ഇപ്പോൾ ആ രാജകുമാരൻ ഒരു ആശയം തോന്നി. അതായത് ആ മാനിനെ കൊന്ന് അതിന്റെ 2 കണ്ണുകൾ എടുത്ത് തന്റെ അച്ഛനോട് തന്റെ സഹോദരിയുടെ കണ്ണുകളാണെന്ന് കള്ളം പറഞ്ഞു കാണിക്കാമെന്ന് കരുതി ആ മാനിനെ വേട്ടയാടി അതിന്റെ 2 കണ്ണുകൾ എടുത്ത് അച്ഛന്റെ അടുത്ത് പോയി ആ മാനിന്റെ കണ്ണുകൾ കാണിച്ച് തന്റെ സഹോദരിയെ കൊന്നുവെന്ന് കള്ളം പറഞ്ഞു രാജകുമാരൻ. ഇവിടെ ഇങ്ങനെയിരിക്കെ അവിടെ കാട്ടിൽ കഴിക്കാൻ ഭക്ഷണമില്ലാതെയും ഉടുക്കാൻ വസ്ത്രമില്ലാതെയും ഒരുപാട് കഷ്ടപ്പെട്ടു ആ മഹാരാജാവിന്റെ മകൾ. ഇങ്ങനെ അവൾ കാട്ടിൽ അലഞ്ഞുതിരിയുമ്പോൾ ഒരിക്കൽ ഗിരിജാപുരം രാജ്യത്തിലെ വീരേന്ദ്രൻ എന്ന രാജകുമാരൻ ആ കാട്ടിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. ആ രാജകുമാരൻ കാട്ടിൽ അലഞ്ഞുതിരിയുന്ന ആ യുവതിയെ കണ്ടു. ആ യുവതിയുടെ സൗന്ദര്യത്തിൽ ഒരു നിമിഷം കൊണ്ട് അയാൾ അവളുമായി പ്രണയത്തിലായി. ആ രാജകുമാരൻ ആ യുവതിയുടെ അടുത്തേക്ക് പോയി ചോദിച്ചു, കന്യകേ, നീ എന്തിനാണ് കാട്ടിൽ നിൽക്കുന്നത്? നീ ആരാണ്? നീ എവിടെ നിന്നാണ് വരുന്നത് എന്നതൊന്നും എനിക്കറിയേണ്ട. നിന്നെ കണ്ട നിമിഷം മുതൽ എനിക്ക് നിന്നോട് പ്രണയം തോന്നി. അതുകൊണ്ട് ഞാൻ നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. നിനക്ക് സമ്മതമാണെങ്കിൽ എന്നെ വിവാഹം കഴിക്കുമോ? കാട്ടിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ആ യുവതിക്ക് ആ രാജകുമാരനെ നിരസിക്കാൻ മറ്റൊരു വഴിയുമുണ്ടായിരുന്നില്ല. കൂടാതെ രാജകുമാരൻ വളരെ സുന്ദരനുമായിരുന്നു.
അതുകൊണ്ട് ആ യുവതി രാജകുമാരനെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചു. തുടർന്ന് രാജകുമാരൻ ആ യുവതിയെ തന്റെ രാജ്യത്തേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് ഗംഭീരമായി വിവാഹം കഴിച്ചു. ഇങ്ങനെ അവർക്ക് കുറച്ച് മാസങ്ങൾക്കു ശേഷം ഒരു മകനും ജനിച്ചു. അങ്ങനെ 14 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ യുവരാജാവ് ആ യുവറാണിയോട്, മഹാറാണി ഇങ്ങനെ ചോദിക്കുന്നതിൽ തെറ്റിദ്ധരിക്കരുത്. നിങ്ങളുടെ മാതാപിതാക്കൾ ആരാണ്? നിങ്ങൾ ഒറ്റയ്ക്ക് കാട്ടിൽ എന്തുകൊണ്ടാണ് താമസിക്കുന്നത്? നിങ്ങളുടെ ഭൂതകാലം എന്താണെന്ന് എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ പറയുക, അല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ യുവറാണി തന്റെ ഭർത്താവിന്റെ നല്ല മനസ്സ് അറിയുന്നതുകൊണ്ട് തന്റെ ഭൂതകാലത്തെക്കുറിച്ച് ആ രാജാവിനോട് എല്ലാം പറയുന്നു. അപ്പോൾ ആ യുവരാജാവ് തന്റെ യുവറാണിയുടെ ഭൂതകാലം അറിഞ്ഞ് വളരെ ദുഃഖിതനാകുന്നു. ആ യുവരാജാവ് ആ യുവറാണിയോട്, മഹാറാണി, നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ കുടുംബവുമായി ചേരാൻ താൽപ്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. കാരണം ഞാൻ നിങ്ങളെ നിങ്ങളുടെ കുടുംബവുമായി ചേർക്കുമെന്ന് അദ്ദേഹം പറയുന്നു. ആ വാക്കുകൾ കേട്ട യുവറാണി, മഹാരാജാവേ, എനിക്ക് എന്റെ കുടുംബാംഗങ്ങളെ വളരെ ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ അവരുമായി ചേരാൻ എനിക്ക് താൽപ്പര്യമില്ല എന്ന് പറഞ്ഞു. ഇല്ല മഹാറാണി, നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ കുടുംബവുമായി ചേരണം. ഇത് എന്റെ ആഗ്രഹമാണ് എന്ന് രാജാവ് പറഞ്ഞു. യുവറാണി തന്റെ ഭർത്താവിന്റെ തീരുമാനം ബഹുമാനിച്ച് തന്റെ കുടുംബവുമായി ചേരാൻ സമ്മതിക്കുന്നു. ഉടൻ തന്നെ മഹാരാജാവ് മന്ത്രിയോട്, നമ്മൾ യുവറാണിയുടെ പിതാവിന്റെ രാജ്യത്തേക്ക് പോകാൻ പോകുന്നു. ആവശ്യമായ ഒരുക്കങ്ങൾ ചെയ്യണമെന്ന് ആജ്ഞാപിക്കുന്നു. അടുത്ത ദിവസം പുറപ്പെടുന്ന സമയത്ത് ആ യുവരാജാവിന്റെ സുഹൃത്തിന്റെ രാജ്യം നിന്ന് ഒരു സന്ദേശം വന്നു. തന്റെ സുഹൃത്ത് അപകടത്തിലാണെന്നും തന്നെ രക്ഷിക്കാൻ ഉടൻ വരണം എന്നും ആ രാജാവിന് സന്ദേശം ലഭിച്ചു. ഉടൻ തന്നെ ആ യുവരാജാവ് തന്റെ സുഹൃത്ത് അപകടത്തിൽ ആണെന്നും രക്ഷിക്കാൻ പുറപ്പെടണം എന്നും തീരുമാനിക്കുന്നു. വിജയേന്ദ്രൻ തന്റെ മന്ത്രിയുടെ അടുത്തേക്ക് പോയി, നിങ്ങൾ യുവറാണി തന്റെ പിതാവിന്റെ രാജ്യത്തേക്ക് പോകുക. ഞാൻ നിങ്ങളെ അടുത്ത ദിവസം വഴിയിൽ കാണാം എന്ന് പറഞ്ഞ് മഹാമന്ത്രിയെയും തന്റെ സൈന്യത്തെയും യുവറാണിയുടെ കൂടെ അയക്കുന്നു. മഹാറാണി തന്റെ പിതാവിന്റെ രാജ്യത്തേക്ക് പോകുന്ന സമയത്ത് ഇരുട്ടായി. അതോടെ മഹാമന്ത്രി സൈന്യത്തോടൊപ്പം ഒരു സ്ഥലത്ത് വിശ്രമിക്കുകയായിരുന്നു. സൈനികരെല്ലാം അവിടെ തന്നെ കൂടാരങ്ങൾ സ്ഥാപിച്ചു. അപ്പോൾ മഹാറാണിയുടെ കൂടാരത്തിന് അടുത്തായി മഹാമന്ത്രി തന്റെ കൂടാരം സ്ഥാപിച്ചു. അത് കണ്ട മഹാറാണി, മഹാമന്ത്രി, നിങ്ങൾ എന്റെ കൂടാരത്തിൽ നിന്ന് അല്പം ദൂരെയായി നിങ്ങളുടെ കൂടാരം സ്ഥാപിക്കൂ എന്ന് പറഞ്ഞു. ആ വാക്കുകൾ കേട്ട മഹാമന്ത്രി, മഹാറാണി, നിങ്ങളുടെ ക്ഷേമം നോക്കേണ്ട ഉത്തരവാദിത്തം മഹാരാജാവ് എനിക്ക് നൽകിയതുകൊണ്ട് ഞാൻ നിങ്ങളെ എപ്പോഴും നിരീക്ഷിച്ച് നിങ്ങളെ സൂക്ഷ്മമായി കാത്തുസൂക്ഷിക്കേണ്ടത് എന്റെ കടമയാണ്. അതുകൊണ്ട് ഞാൻ എന്റെ കൂടാരം നിങ്ങളുടെ കൂടാരത്തിന് അടുത്തായി സ്ഥാപിച്ചുവെന്ന് അവൻ പറയുന്നു. അതോടെ മഹാറാണിക്ക് ഒന്നും പറയാൻ കഴിയാതെ തന്റെ കൂടാരത്തിലേക്ക് തിരികെ പോകുന്നു. പകൽ മുഴുവൻ യാത്ര ചെയ്ത സൈനികരെല്ലാം ക്ഷീണിച്ച് അർദ്ധരാത്രിയിൽ ഗാഠനിദ്രയിലായിരുന്നു. ഇത് അവസരമാണെന്ന് കരുതി മഹാമന്ത്രിയും സേനാധിപതിയും ഉറക്കമുണർന്ന മഹാറാണിയുടെ കൂടാരത്തിലേക്ക് പോയി അവളെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു. മഹാറാണി വേണ്ടെന്ന് പറഞ്ഞിട്ടും കേൾക്കാതെ അവർ അവളുടെ സൗന്ദര്യത്തിൽ മോഹിതരായി അവളെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു. ആ സമയത്ത് യുവറാണിയോടൊപ്പം 14 വയസ്സുള്ള അവളുടെ മകനും ഉണ്ടായിരുന്നു. ആ കുട്ടി ആ മഹാമന്ത്രിയെ നേരിടാൻ പോയി. എന്നാൽ സേനാപതി 14 വയസ്സുള്ള ആ കുട്ടിയെ വാളുകൊണ്ട് തലവെട്ടിക്കൊന്നു. ഇതുകണ്ട് ഭയന്നുപോയ മഹാറാണിക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് മന്ത്രിക്ക് വഴങ്ങിയതായി അഭിനയിച്ച് അയാളെ സംസാരത്തിൽ കുടുക്കി കൂടാരത്തിന് പിന്നിലൂടെ കാട്ടിലേക്ക് ഓടിപ്പോയി. എന്നാൽ ഇടതൂർന്ന ആ കാട്ടിൽ മൃഗങ്ങൾ ചുറ്റിത്തിരിയുന്നത് കണ്ട് റാണി ഭയന്നുപോയി. അതുപോലെ തന്റെ മകന്റെ മരണത്തെ ഓർത്ത് വളരെയധികം ദുഃഖിച്ചു.
ഇനി ചെയ്യാനൊന്നുമില്ലാത്തതുകൊണ്ട് യുവറാണി അവിടെ ഒഴുകുന്ന നദിയിൽ ചാടി. ആ നദിയിലെ വെള്ളം വേഗത്തിൽ ഒഴുകിയിരുന്നതുകൊണ്ട് അവൾ ആ വെള്ളത്തിൽ നിന്ന് ഒഴുകി ഒരു കരയിലെത്തി. അടുത്ത ദിവസം രാവിലെ ആ യുവതിയെ ഒരു ഋഷിക്ക് കിട്ടി. ആ ഋഷി ആ യുവറാണിക്ക് ആവശ്യമായ ചികിത്സ നൽകി അവളെ സാധാരണ നിലയിലാക്കി. ആ യുവറാണി വളരെയധികം കഷ്ടത്തിലാണെന്ന് മനസ്സിലാക്കിയ ഋഷി അവളെ തന്റെ ആശ്രമത്തിൽ തന്നെ താമസിക്കാൻ പറഞ്ഞു. ആ യുവറാണി ആദ്യം ആലോചിച്ചു, പക്ഷേ ആ ആശ്രമം സ്ഥിതി ചെയ്യുന്ന രാജ്യം അവളുടെ അച്ഛൻ്റേതാണെന്ന് മനസ്സിലായി. ആ രാജ്യത്തിന് അവളുടെ അച്ഛൻ രാജാവായതുകൊണ്ട് ധൈര്യമായി ആശ്രമത്തിൽ താമസിക്കാൻ സമ്മതിച്ചു. ഇവിടെ ഇങ്ങനെയിരിക്കെ അടുത്ത ദിവസം മഹാരാജാവ് ദേവേന്ദ്രൻ തന്റെ സൈന്യത്തെ വിളിച്ച് റാണിയുടെ ക്ഷേമത്തെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ ആ മന്ത്രിയും സേനാധിപതിയും ചേർന്ന് മഹാരാജാവേ, നിങ്ങളുടെ ഭാര്യ നിങ്ങളോട് എല്ലാ നുണകളും പറഞ്ഞു. അവൾ ഒരു രാജാവിന്റെ മകളല്ല, അവൾ ഒരു മന്ത്രവാദിനിയുടെ മകളാണ്. അവൾ നിങ്ങളെ വഞ്ചിക്കാൻ നിങ്ങളെ വിവാഹം കഴിച്ചു. ഈ കാട്ടിൽ നിങ്ങളെയും വഞ്ചിച്ച് അർദ്ധരാത്രി നിങ്ങളുടെ 14 വയസ്സുള്ള മകനെ കൊന്ന അവൾ ഓടിപ്പോയെന്ന് അവർ പറഞ്ഞു. അവരുടെ വാക്കുകൾ കേട്ട മഹാരാജാവ് സംശയത്തിലായി. പക്ഷേ തന്റെ മകന്റെ മരണം കണ്ട് കോപാകുലനായി. ശരി, എന്തായാലും ഇത്രയും ദൂരം വന്നതുകൊണ്ട് നമ്മൾ ആ കീർത്തി ശർമ്മ രാജാവിനെ തീർച്ചയായും കണ്ടുമുട്ടും. നമുക്കുള്ള സംശയങ്ങളെക്കുറിച്ച് അറിയാമെന്ന് പറഞ്ഞ് തന്റെ സൈന്യത്തോടൊപ്പം യുവാവ് പുറപ്പെട്ടു. ഇതിനിടെ ആശ്രമത്തിലുണ്ടായിരുന്ന യുവതി തന്നെ രക്ഷിച്ച ഋഷിയോട് ഇങ്ങനെ പറഞ്ഞു: മഹാത്മാവേ, ദയവായി എന്നെ ഒരു കാര്യത്തിൽ സഹായിക്കണം. ഈ രാജ്യത്തെ രാജാവായ കീർത്തി ശർമ്മയെ എനിക്ക് കാണണം. ദയവായി എന്നെ അങ്ങോട്ട് അയക്കണം എന്ന് അവൾ ചോദിച്ചു. ആ ഋഷി യുവതിയുടെ ആവശ്യം അംഗീകരിച്ച് അടുത്ത ദിവസം അവളെ മഹാരാജാവ് കീർത്തി ശർമ്മയുടെ അടുത്തേക്ക് അയച്ചു. ആ യുവതി വേഷം മാറി രാജകുമാരനെ കണ്ട്, മഹാരാജാവേ, ഞാൻ അങ്ങയോട് ഒരു കഥ പറയാൻ ആഗ്രഹിക്കുന്നു. ആ കഥ അങ്ങ് ഇതുവരെ കേട്ടിട്ടില്ല. ആ കഥ വളരെ മഹത്തായ ഒന്നാണെന്ന് അവൾ പറഞ്ഞു. മഹാരാജാവ് കീർത്തി ശർമ്മയ്ക്ക് കഥകൾ വളരെ ഇഷ്ടമായിരുന്നു. അപ്പോൾ കീർത്തി ശർമ്മ നാളെ വന്ന് കഥ പറയൂ എന്ന് പറഞ്ഞ് അവളെ പറഞ്ഞയച്ചു. ആ യുവതി പോയി കുറച്ചു സമയത്തിനു ശേഷം അവളുടെ ഭർത്താവായ മഹാരാജാവ് ദേവേന്ദ്രൻ മഹാരാജാവ് കീർത്തി ശർമ്മയുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ കീർത്തി ശർമ്മ ദേവേന്ദ്രനെ കണ്ട്, മഹാരാജാവേ, അങ്ങ് വളരെ ദൂരം യാത്ര ചെയ്തു വന്നതാണെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ വിശ്രമിക്കൂ. നമുക്ക് നാളെ സംസാരിക്കാം എന്ന് ദേവേന്ദ്രൻ രാജാവിനോട് പറഞ്ഞു. രാജാവ് സമ്മതിച്ച് ആ രാത്രി വിശ്രമിച്ചു. അടുത്ത ദിവസം കീർത്തി ശർമ്മയെ കാണാൻ രാജസഭയിലേക്ക് പോയി. അതേസമയം മഹാറാണി വേഷം മാറി ആ ഋഷിയെയും കൂട്ടി കഥ പറയാൻ രാജസഭയിലേക്ക് വന്നു. അപ്പോൾ യുവറാണി കീർത്തി ശർമ്മയോട് പറഞ്ഞു: മഹാരാജാവേ, ഞാൻ കഥ പറയാൻ തുടങ്ങിയതിനു ശേഷം ഇവിടെയുള്ള ആരും പുറത്തു പോകരുത്. കഥ അവസാനിച്ചതിന് ശേഷം മാത്രമേ പുറത്തു പോകാവൂ എന്ന് വാക്ക് വാങ്ങിച്ചു. അവിടെയെത്തിയ വീരേന്ദ്രനും തന്റെ സൈന്യത്തോടൊപ്പം ആ കഥ കേൾക്കാൻ തുടങ്ങി. ആ വേഷം മാറിയ യുവറാണി കഥ പറയാൻ തുടങ്ങി. ഈ കഥ മറ്റാരുടേതുമായിരുന്നില്ല, തന്റെ ജീവിതം തന്നെ കഥരൂപത്തിൽ പറയാൻ തുടങ്ങി. ഇങ്ങനെ കഥ പറയാൻ തുടങ്ങി: ഒരു രാജാവ് തന്റെ രാജ്യത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി തനിക്ക് ജനിച്ച മകളെ കൊല്ലാൻ തന്റെ ഭാര്യയോട് ആജ്ഞാപിച്ചു. ആ രാജാവിന്റെ ഭാര്യ തന്റെ സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ ഇഷ്ടപ്പെടാതെ ഒരു ദാസിക്ക് കൊടുത്ത് വളർത്താൻ പറഞ്ഞു. ആ ദാസിയുടെ വീട്ടിൽ വളർന്ന് വലുതായ ആ കുട്ടിയെ കണ്ട് താൻ ആരാണെന്ന് അറിയാതെ അവളുടെ അച്ഛൻ അവളെ കണ്ടു മോഹിച്ചു. അതിനുശേഷം ആ രാജാവ് ആ ദാസി കാരണം താൻ ചെയ്ത തെറ്റ് എന്താണെന്ന് മനസ്സിലാക്കി. അതിനുശേഷം തന്റെ മകളെ സ്വന്തം മകനെ കൊല്ലാൻ പറഞ്ഞുവെന്ന് കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കീർത്തി ശർമ്മയ്ക്ക് സംശയം തോന്നി. ഇത് എന്റെ ജീവിത കഥയാണല്ലോ എന്ന് അയാൾ ചിന്തിച്ചു. പക്ഷേ അവൾ കഥ പറയുന്നത് തുടർന്നു. അതിനുശേഷം ആ സഹോദരൻ തന്റെ സഹോദരിയെ കൊല്ലാൻ ഇഷ്ടമില്ലാതെ കാട്ടിൽ ഉപേക്ഷിച്ചു വന്ന് തന്റെ പിതാവിനോട് കൊന്നുവെന്ന് കള്ളം പറഞ്ഞു.
അങ്ങനെ ആ യുവതി കാട്ടിൽ അലഞ്ഞുതിരിയുമ്പോൾ അവളെ ഒരു രാജകുമാരൻ കണ്ട് വിവാഹം കഴിച്ചുവെന്ന് പറഞ്ഞയുടൻ അവിടെയുണ്ടായിരുന്ന വീരേന്ദ്രൻ ഇതെന്താ എന്റെ ജീവിത കഥയാണല്ലോ എന്ന് ചിന്തിച്ചു. പക്ഷേ അവൾ കഥ പറയുന്നത് തുടർന്നു. ആ രാജകുമാരൻ അവളെ വിവാഹം കഴിച്ചതിനുശേഷം ഒരു ദിവസം തന്റെ ഭൂതകാലം മനസ്സിലാക്കുന്നു. രാജകുമാരൻ ഒരു ദിവസം തന്റെ ഭാര്യയെ തന്റെ കുടുംബവുമായി ചേർക്കാൻ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ വിധിവശാൽ ആ രാജാവ് തന്റെ ഭാര്യയെ തന്റെ മന്ത്രിമാരെ ഏൽപ്പിച്ച് താൻ തന്റെ സുഹൃത്തിന്റെ രാജ്യത്തേക്ക് പോയി. പക്ഷേ ആ മന്ത്രിയും സൈന്യാധിപനും തങ്ങളുടെ വിശ്വാസവും ഉത്തരവാദിത്തങ്ങളും മാറ്റിവെച്ച് ആ രാജകുമാരിയെ അനുഭവിക്കാൻ ആഗ്രഹിച്ചു. ആ ആശയക്കുഴപ്പത്തിൽ തന്റെ മകനെ കൊന്നുവെന്ന് അവൾ പറഞ്ഞു. ആ വാക്കുകൾ കേട്ട സൈന്യാധിപൻ മന്ത്രി അവിടെ നിന്ന് പോകാൻ ശ്രമിച്ചു. അതോടെ കാര്യങ്ങളെല്ലാം വീരേന്ദ്രൻ മനസ്സിലായി. അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുന്ന സൈന്യാധിപൻ മന്ത്രിയെ നോക്കി സൈനികരെ ഇവരെ ബന്ധിക്കൂ എന്ന് ആജ്ഞാപിച്ചു. പക്ഷേ അവൾ കഥ പറയുന്നത് തുടർന്നു. ആ രാജകുമാരി പിന്നീട് അവിടെ നിന്ന് ഓടിപ്പോയി ഒരു നദിയിൽ ചാടി മരിക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ അവളെ ഒരു ക്ഷി രക്ഷിക്കുകയും ആ രാജ്ഞിയെ ആ ക്ഷി താമസിക്കുന്ന രാജ്യത്തെ രാജാവായ കീർത്തി ശർമ്മയെ കാണാൻ സഹായിക്കുകയും ചെയ്തു. ആ രാജകുമാരി ആ രാജാവിനോട് ഇങ്ങനെ വേഷം മാറി കഥ പറയുകയായിരുന്നു എന്ന് കഥ മുഴുവൻ പറഞ്ഞു തീർത്ത് താൻ വേഷം മാറ്റി തന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് വന്നു. അവളുടെ യഥാർത്ഥ രൂപം കണ്ട അവളുടെ അച്ഛനും ഭർത്താവും അവൾക്ക് സംഭവിച്ച അനീതിയിൽ വളരെ ദുഃഖിച്ചു. ആ അച്ഛനും ഭർത്താവും അവളോട് ക്ഷമിക്കണമെന്ന് വളരെ അപേക്ഷിച്ചു. അതിനുശേഷം വീരേന്ദ്രൻ ആ സൈന്യാധിപനും മന്ത്രിക്കും വധശിക്ഷ വിധിച്ചു. അതിനുശേഷം ആ മഹാറാണി തന്റെ അച്ഛന്റെ അടുത്തേക്ക് പോയി. അച്ഛാ, നിങ്ങൾ ഒരു സന്യാസിയുടെ വാക്കുകൾ വിശ്വസിച്ച ഒരു ശിശുവിനെ കൊല്ലാൻ തീരുമാനിച്ചു. എന്നാൽ ഒരു യഥാർത്ഥ ജ്ഞാനി ഒരിക്കലും ഒരാളെ ബലി നൽകുന്നത് പ്രശ്നത്തിന് പരിഹാരമാണെന്ന് പറയില്ല. അങ്ങനെ പറഞ്ഞാൽ അയാൾ ജ്ഞാനിയല്ലെന്ന് അർത്ഥം. ആ സന്യാസി പറഞ്ഞ വാക്കുകൾ വിശ്വസിച്ച് സ്വന്തം മകളെ കൊല്ലാൻ നിങ്ങൾ മടിച്ചില്ല. അതിലും ഒരു പെൺകുട്ടിയെ കൊല്ലാൻ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത പാപം ചെയ്തു എന്ന് അവൾ പറഞ്ഞു. ആ വാക്കുകൾ കേട്ട രാജകുമാരൻ വളരെയധികം പശ്ചാത്തപിച്ചു. ഇനി ആ രാജകുമാരി തന്റെ ഭർത്താവിന്റെ അടുത്തേക്ക് പോയി. മഹാരാജാവേ, നിങ്ങളുടെ മന്ത്രിയും നിങ്ങളുടെ സേനാധിപതിയും നിങ്ങളുമായി അടുപ്പമുള്ളതുകൊണ്ട് മാത്രം അവരെ വിശ്വസിച്ച് എന്നെ അവരോടൊപ്പം അയച്ചു. അവർ നിങ്ങളുടെ വിശ്വാസം തകർത്ത് വലിയ പാപം ചെയ്തു. മഹാരാജാവേ, ഇന്ദ്രിയങ്ങളെ ജയിക്കാത്തവൻ ഏത് നിമിഷവും എത്ര വലിയ പാപം ചെയ്യാനും മടിക്കില്ല. അതിലും ഒരു സുന്ദരിയായ യുവതിയുടെ കാര്യത്തിൽ തീർച്ചയായും മടിക്കില്ല. മഹാരാജാവേ, ഇന്ദ്രിയങ്ങളെ ജയിക്കാത്തവർ എത്ര വലിയ പാപം ചെയ്യാനും മടിക്കില്ല. അങ്ങനെയുള്ളവർ ബന്ധങ്ങളെയും മാനിക്കില്ല. അവർക്ക് ബന്ധങ്ങളല്ല, ഇന്ദ്രിയസുഖമാണ് പ്രധാനം എന്ന് കരുതുന്നു. അതുകൊണ്ട് മഹാരാജാവിനോട് അടുപ്പമുള്ളതുകൊണ്ട് മാത്രം ആരെയും വിശ്വസിക്കരുത്. അങ്ങനെയുള്ളവരെ വിശ്വസിച്ച് അവരോടൊപ്പം നമ്മുടെ വീട്ടിലെ പെൺകുട്ടികളെ എവിടേക്കും അയക്കരുത് എന്ന് ആ രാജ്ഞി രാജാവിനെ തന്റെ തെറ്റ് മനസ്സിലാക്കുന്നു. ഇതോടെ ആ രാജാവ് തന്റെ തെറ്റ് മനസ്സിലാക്കി അതിനു പകരമായി ആ മഹാറാണിയെ തന്റെ കുടുംബവുമായി ചേർക്കുന്നു. ആ യുവറാണിയുടെ പിതാവും തന്റെ തെറ്റ് മനസ്സിലാക്കി തന്റെ മരുമകൻ ധാരാളം ധനം സമ്മാനങ്ങളായി നൽകി അയക്കുന്നു. നാളെ ഞായറാഴ്ചയായതുകൊണ്ട് സൂര്യോദയത്തിന് മുമ്പേ എഴുന്നേറ്റ് വീടും മുറ്റവും വൃത്തിയാക്കി നിങ്ങളുടെ വീടിന്റെ മുറ്റവും വൃത്തിയായി വെള്ളം ഒഴിച്ച് നന്നായി കോലങ്ങൾ വരച്ച് മഞ്ഞളും കുങ്കുമവും തളിച്ച് പൂക്കൾ കൊണ്ട് മനോഹരമായി അലങ്കരിക്കുക. അങ്ങനെ ചെയ്താൽ ലക്ഷ്മി ദേവി നേരിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് വരും. ഞായറാഴ്ച ദിവസം ആരെല്ലാം അവരുടെ വാതിൽ മംഗളകരമായി സൂക്ഷിക്കുന്നുവോ അവരുടെ വീട്ടിലേക്ക് തീർച്ചയായും ലക്ഷ്മി ദേവി വരുമെന്ന് പുരാണങ്ങളിൽ പറയുന്നുണ്ട്. അതിനാൽ ഇങ്ങനെ ചെയ്യുക. അതുപോലെ ഉമ്മറപ്പടിയിൽ അല്പം മഞ്ഞൾ പുരട്ടി കുങ്കുമം തൊട്ട് ഉമ്മറപ്പടിയിലും വരകളും രംഗോളിയും ഇടുക.
അങ്ങനെ ചെയ്യുന്നത് വഴി മനോഹരമായി ലക്ഷ്മി ദേവി നമ്മുടെ വീടിനുള്ളിലേക്ക് കോടിക്കണക്കിന് രൂപകളുമായി കടന്നുവരാൻ സാധ്യതയുണ്ട്. ഇനി നിങ്ങൾ വീടിന്റെ ഉമ്മറപ്പടിക്ക് മുന്നിൽ, അതായത് ഉമ്മറപ്പടിക്ക് അടുത്ത് എന്ത് തളിക്കണം എന്നാണെങ്കിൽ ഒന്നുമില്ല, ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് അതിൽ ഒരു നുള്ളു മഞ്ഞളും കുങ്കുമവും അല്പം പച്ചക്കർപ്പൂരവും അതുപോലെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ 5 തുള്ളി പാലും അതുപോലെ അത്തർ, അതായത് റോസാപ്പൂവിന്റെ മണമുള്ള അത്തർ ഉണ്ടല്ലോ, അങ്ങനെയുള്ള അത്തർ 4 തുള്ളി ചേർക്കുക. ഒരുപക്ഷെ അത്തറോ റോസ് വാട്ടറോ ഇല്ലെങ്കിൽ റോസാപ്പൂക്കൾ ഉണ്ടല്ലോ, ആ റോസാപ്പൂവിന്റെ ഇതളുകളോ ആ വെള്ളത്തിൽ കലർത്തി ഇവയെല്ലാം ചേർത്ത വെള്ളം മനോഹരമായി ആ ഉമ്മറപ്പടിക്ക് മുന്നിൽ തളിക്കുക. നിങ്ങൾക്ക് ഒരു ഉമ്മറപ്പടിയുണ്ടെങ്കിലും 2ഓ 3ഓ 4ഓ ഉണ്ടെങ്കിലും ആ ഉമ്മറപ്പടികളിലെല്ലാം മനോഹരമായി തളിക്കുക. വാതിലുകളിലും വീടിന്റെ ചില ഭാഗങ്ങളിലും ചിലയിടങ്ങളിൽ മൂലകളിലും അങ്ങനെ വിതറുക. അങ്ങനെ വിതറുന്നതിലൂടെ നിങ്ങളുടെ വീട് മുഴുവൻ വളരെ പരിശുദ്ധമായ ഒരു വീടായി മാറും. ഓർക്കുക, എച്ചിൽ വെള്ളം ഉപയോഗിക്കരുത്. ശുദ്ധമായ വെള്ളം എടുക്കണം. മഞ്ഞളും കുങ്കുമവും വളരെ പരിശുദ്ധമാണ്. കർപ്പൂരം ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടതാണ്. അതായത് നമ്മുടെ ദോഷങ്ങൾ നീക്കം ചെയ്യാൻ ഇത് സഹായിക്കുന്നു. അതുപോലെ ഇതിൽ ചേർക്കുന്ന റോസ് വാട്ടർ ആയാലും അത്തർ ആയാലും നല്ല സുഗന്ധത്തോടെ നമുക്ക് നല്ലത് വരാനും ആ ദേവി നമ്മുടെ വീട്ടിലേക്ക് കടന്നുവരാനും, അതായത് ഒരു സുഗന്ധത്തോടെ ആ ദേവിയെ നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കാനും ഈ കർപ്പൂരം ആയാലും അത്തർ ആയാലും റോസ് വാട്ടർ ആയാലും വളരെ ശക്തമായി ഉപയോഗിക്കപ്പെടുന്നു. ഇതെല്ലാം ചേർത്ത വെള്ളം വളരെ ശക്തമായ വെള്ളമായി മാറും. അങ്ങനെയുള്ള വെള്ളം നമ്മൾ വാതിൽ മുൻപിൽ തളിക്കുന്നതിലൂടെ കുറച്ചുനേരം അങ്ങനെ തളിച്ചിട്ട് നിങ്ങൾ ഒരു അരമണിക്കൂർ നേരം അതുപോലെ വെക്കുക. അവയെ നിങ്ങൾ ചവിട്ടരുത്. അങ്ങനെ വെച്ചിട്ട് വാതിലുകൾ തുറന്നിടുക. അങ്ങനെ വെക്കുന്നതിലൂടെ ആ ദേവി ലക്ഷ്മി ദേവി അമ്മ നമ്മുടെ വീടിന്റെ ഉള്ളിലേക്ക് കടന്നുവരാൻ സാധ്യത ഉണ്ടാകും. ആ അമ്മ കാൽ വെക്കുക എന്ന് പറഞ്ഞാൽ അത് സാധാരണ ഭാഗ്യമല്ല, വലിയ ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമേ ആ അമ്മ നമ്മുടെ വീടിനുള്ളിലേക്ക് കാൽ വെക്കാൻ സാധ്യതയുള്ളൂ. അതായത് ആ അമ്മയെ നമ്മൾ ക്ഷണിക്കുക എന്നർത്ഥം. ഇനി ആ അമ്മ ഒഴിഞ്ഞ കൈകളോടെ വരില്ലല്ലോ, കോടിക്കണക്കിന് സമ്പാദ്യം കൊണ്ടുവരും. ഇനി ആ അമ്മ കാൽ വെച്ച നിമിഷം മുതൽ നമ്മുടെ വീട് സ്വർണ്ണമയമാകും. തൊടുന്നതെല്ലാം സ്വർണമാകും. നമുക്ക് നല്ല ഭാഗ്യം വരും. മനസ്സമാധാനം ഉണ്ടാകും. വരുമാനം ഇരട്ടിയാകും. വീട്ടിൽ നല്ല അനുകൂലമായ ഒരു അന്തരീക്ഷം വരും. ദൃഷ്ടിദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും മാറും. ഇതെല്ലാം നീങ്ങി നമ്മുടെ ജീവിതത്തിൽ തൊടുന്നതെല്ലാം സ്വർണമാകാൻ സാധ്യതയുണ്ട്. വളരെ ശക്തമായ ഒരു പരിഹാരമായതുകൊണ്ട് എല്ലാവരും ഈ പരിഹാരം ചെയ്ത് സമ്പത്തും ഐശ്വര്യവും നേടി സന്തോഷത്തോടെ ജീവിക്കുക.